ഹായ്, ഇന്ന് ഡിസംബർ 5 ഇന്നും നാളെയുമായിട്ട് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ OTTയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ പറ്റി ഇന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സിനിമ എന്നുള്ളത് ഖൽബ് എന്ന് പറയുന്ന റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണ്. ഇതൊരു മലയാള സിനിമയാണ്. രഞ്ജിത്ത് സജീവാണ് ചിത്രത്തിനുള്ളിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ പ്രൈം വഴി, ആമസോൺ പ്രൈം വഴി റെൻ്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് മന്ദിര എന്ന് പറയുന്ന ഒരു തെലുങ്ക് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ സിനിമയാണ്. സണ്ണി ലിയോണ്, യോഗി ബാബു, സതീഷ് തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തെലുങ്ക് സിനിമ ഇപ്പോൾ ആഹാ തെലുങ്ക് വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി ഒരു തെലുങ്ക് ചിത്രമാണ്. വരുൺ തേജ, മീനാക്ഷി ചൗധരി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന മട്ക എന്ന് പറയുന്ന സിനിമയാണത്. ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന ഈ ഒരു സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. പാൻ ഇന്ത്യൻ ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. അതായത് മലയാളം, തമിഴ് ഉൾപ്പെടെ എല്ലാ ലാംഗ്വേജിലും ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തത് റീസെൻ്റ്ലി തമിഴിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു അമരൻ എന്നുള്ളത്. ഈ ഒരു സിനിമയും ഇപ്പോൾ OTTയിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു ആക്ഷൻ വാർ ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സിനിമകളാണ് ഇന്ന് OTT റിലീസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി നമുക്ക് നാളെ, അതായത് ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കറക്റ്റായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ 12/6/2024 റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സിനിമ എന്നുള്ളത് ജിഗ്ര എന്ന് പറയുന്ന സിനിമയാണ്. ഒരു ഹിന്ദി ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയായിരുന്നു. അലിയ ഭട്ടാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയി തുടങ്ങും. എന്തായാലും റിലീസിന് ശേഷം സിനിമ പാൻ ഇന്ത്യൻ ലാംഗ്വേജിൽ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തതായി ഒരു തമിഴ് ചിത്രമാണ്. സർ എന്നാണ് ചിത്രത്തിന്റെ, SIR എന്നുള്ളതാണ് ചിത്രത്തിന്റെ പേരെന്നുള്ളത്. സിനിമ ഒരു ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രം കൂടിയാണ്. വിമലായിരുന്നു ചിത്രത്തിനുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ സിംപ്ലി സൗത്ത്, അതുപോലെ തന്നെ ആമസോൺ പ്രൈം ഉൾപ്പെടെയുള്ള OTT പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആയി തുടങ്ങും. അടുത്ത ചിത്രം ഒരു ഹിന്ദി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അഗ്നി എന്നാണ് ചിത്രത്തിന്റെ പേര്. ഈ ഒരു സിനിമ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയി തുടങ്ങും. സിനിമ പാൻ ഇന്ത്യൻ ലാംഗ്വേജിലാണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം റിലീസിന് ശേഷം അറിയാൻ സാധിക്കും. അടുത്തായി C5ന്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന മെയ്രി എന്ന് പറയുന്ന സീരീസാണിത്. ഈ ഒരു സിനിമയും ഇന്ന് രാത്രി 12 മണിയോടുകൂടി C5ൽ അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതായിട്ട് മലയാളികൾ കാത്തിരുന്ന ഒരു മലയാള ചിത്രമാണ്. അതായത് 2023 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാമ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയായിരുന്നു ഫാമിലി എന്നുള്ളത്. ഈ ഒരു സിനിമ ഇപ്പോൾ ഫൈനലി മനോരമ മാക്സ് വഴി, അതായത് ഇന്ന് രാത്രി 12 മണിയോടുകൂടി മനോരമ മാക്സ് വഴി ഈ ഒരു സിനിമ അവൈലബിൾ ആയി തുടങ്ങും. ഫൈനലായിട്ടുള്ളത് ഒരു കന്നഡ ഫിലിമാണ്. ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന മർഫി എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു കന്നഡ ഫിലിം ഇന്ന് രാത്രിയോടുകൂടി തന്നെ സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആയി തുടങ്ങും. എന്തായാലും ഏതൊക്കെ ചിത്രങ്ങളാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു സിനിമ വീഡിയോ ആയിട്ട് കാണാം. ബൈ.